വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പി വളരുന്നതിൽ വളരെയധികം വ്യാകുലതയുള്ള ഒരുപാട് മാപ്രകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അതിലൊരു മാപ്രയാണ് നമ്മുടെ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന മാപ്ര. വേറൊരു ഫേമസ് മാപ്ര നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഷാനി പ്രഭാകറാണ്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ജയിച്ചപ്പോൾ എനിക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം പോയി എന്ന് പറഞ്ഞ ഒരു മാപ്രയാണ് ഷാനി പ്രഭാകർ. രണ്ടാമത് അവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് SDPI കൊലപാതക വാർത്തകൾ അല്ലെങ്കിൽ SDPI ചെയ്യുന്ന അട്രോസിറ്റീസ് അത് ഞങ്ങൾ ന്യൂസ് ആക്കി കൊടുക്കില്ല, അത് ബോധപൂർവമാണ്, കാരണം BJP വളർന്നു പോകും എന്നുള്ളത് കൊണ്ടാണ് എന്നവര് ഒരു ചാനൽ മനോരമ ന്യൂസിൽ ഇരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം സിന്ധു സൂര്യകുമാർ അവരുടെ കവർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പരിപാടി, ആ പരിപാടിയിൽ കുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. ഈ പ്രസ്താവനയാണ് ഇപ്പോൾ എങ്ങും ചർച്ചാ വിഷയമെന്ന് പറയുന്നത്. BJP വളർന്നു പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സിന്ധു സൂര്യകുമാറിന്റെ ഒരു ആവലാതി അല്ലെങ്കിൽ വേവലാതി എന്ന് പറയുന്നത്. കുംഭമേളയെ അധിക്ഷേപിച്ചോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ അതിൽ കണ്ട ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിലെ ആധി അല്ലെങ്കിൽ വ്യാധി എന്ന് പറയുന്നത് BJP കേരളത്തിൽ വളരുന്നു എന്നുള്ളതാണ്. ഈ 100% ലിറ്ററസി ഉള്ള കേരളത്തിൽ നിങ്ങൾ നോക്കൂ, ഈ പ്രാവശ്യം നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു 100 പേരെങ്കിലും 10 പേരെങ്കിലും കുംഭമേളയ്ക്ക് പോയതായിട്ട് നിങ്ങൾക്ക് അറിവില്ലേ? ഇത് എന്തുകൊണ്ടാണ്? 100% ലിറ്ററസി ഉള്ള നമ്മുടെ നാട്ടിൽ നിന്ന് കുംഭമേളയ്ക്ക് ആൾക്കാർ പോവുകയോ? ശിവ ശിവ, എനിക്ക് അതങ്ങോട്ട് സഹിക്കണില്ല എന്നാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നത്. ഇവർ ആക്ച്വലി ഉന്നം വെച്ചത് BJP ആണെങ്കിലും അത് വിശ്വാസികളുടെ മണ്ടയ്ക്ക് വന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പരാജയമായി പോയത്. ഇവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ BJPയുടെ വലയിലാണ്. BJP കുംഭമേള നടത്തുമ്പോൾ അവിടെ നരേന്ദ്രമോദിയുടെ ഫോട്ടോയും യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോയൊക്കെ വെച്ച് നിങ്ങൾ അറിയാതെ തന്നെ BJPയുടെ വലയിലേക്ക് വീഴുന്നു എന്നാണ് അവർ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവർ പറഞ്ഞു വന്നപ്പോൾ കുംഭമേളയ്ക്ക് പോയിരുന്ന വിശ്വാസികളെല്ലാം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് എന്നായിപ്പോയി. സത്യം പറഞ്ഞാൽ അതാണ് സംഭവിച്ചത്. അവര് ഇപ്പൊ അല്ലെങ്കിൽ നമ്മളെ മീഡിയ വണ്ണിനെയൊക്കെ പോലെ വിഷം തേനിൽ പുരട്ടി പറയാനുള്ള ഒരു കഴിവൊക്കെ വേണം. അത് എന്തായിരുന്നാലും നമ്മുടെ സിന്ധു സൂര്യകുമാറിനില്ല. ആ കാര്യത്തിൽ മീഡിയ വണ്ണൊക്കെ വേറെ ലെവലാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് ഹിന്ദുക്കളെ മുഴുവൻ തെറി പറഞ്ഞിട്ട് ഞങ്ങൾ RSSനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരു ലൈൻ എടുക്കുക എന്നുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് ഇവർക്കില്ല എന്നുള്ളതാണ്. അപ്പോ ഇതിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പൊ നമ്മുടെ ഇവർക്ക് എന്താണ് പിന്തുണയുമായിട്ട് പല ആൾക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള K. സുരേന്ദ്രൻ അടക്കം ഇവരെ വളരെ നിശിതമായ രീതിയിൽ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇവർക്ക് സോറോസിന്റെ ഫണ്ടൊക്കെ ലഭിക്കുന്നുണ്ട്. നമ്മളെടുത്ത വാർത്ത തന്നെയാണ്, നമ്മുടെ അർണബ് ഗോസ്വാമിയുടെ വാർത്ത എടുത്തില്ല, നമ്മുടെ റിപ്പബ്ലിക്കിന്റെ വാർത്ത എടുത്തു. ആ വാർത്തയ്ക്കകത്തുണ്ട് കൃത്യമായിട്ട് ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് ടൂറുകൾ പോകുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയൊരു വിഷയമായിട്ട് ഇതിങ്ങനെ മാറിക്കഴിഞ്ഞു, ഈ ഒരു ഡിബേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു ഈ വിഷയം. അപ്പൊ എന്താ തോന്നുന്നത് ഈ കുംഭമേളയെ സംബന്ധിച്ച് ഇവർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിനോടും പിന്നെ K. സുരേന്ദ്രൻ പറഞ്ഞ ഈ സോറോസിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളോടും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് BJPയോടുള്ള ഒരു അസഹിഷ്ണുത ഇനിയും മാറാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. അതിനി അവർ ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന മാധ്യമ പ്രവർത്തകരായതുകൊണ്ടാണോ അത് മാറാത്തത്, അല്ലെങ്കിൽ കേരളത്തിലെ BJP ഇവരുടെ പ്രതീക്ഷകൾക്കൊത്ത് വളരാത്തത് കൊണ്ടാണോ? എന്താണ് വിഷയം? കഴിഞ്ഞ കുറെ കാലം മുമ്പ് വരെ ഹിന്ദുക്കളെ എന്തും പറയാം കേരളത്തിൽ എന്നൊരു രീതിയായിരുന്നു. ആരും ചോദിക്കാനും പറയാനൊന്നും വരില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഹിന്ദുക്കളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ ഒരു 10,000 പേരെങ്കിലും കുറഞ്ഞ പക്ഷം വരുന്ന ഒരു രീതിയാണ്. അതിന് മാധ്യമ പ്രവർത്തകരൊന്നും മന്ത്രിയൊന്നും ഇല്ല. ആര് പറഞ്ഞാലും തിരിച്ചു പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അങ്ങനെ പ്രതിഷേധം വരുമ്പോൾ ഈ SDPIക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരുമാണ് ഈ തന്ത്രം ആദ്യം കണ്ടുപിടിച്ചത്. ഉടനെ അവർ പറയും, ഞങ്ങൾ ഹിന്ദുക്കളെ അല്ല പറഞ്ഞത്, ഞങ്ങൾ RSSനും BJP ആണെന്ന്. ക്രിസ്ത്യാനികളെ ചീത്ത വിളിക്കും. ക്രിസ്ത്യാനികളല്ല ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ കാസയാണ് പറഞ്ഞതെന്ന് പറയും. ഇവരോട് പറയാനുള്ള ആദ്യത്തെ ഒരു കാര്യം, ഹിന്ദു ഒരു മതവും BJP ഒരു രാഷ്ട്രീയ പാർട്ടിയുമാണ്. രണ്ടും രണ്ടാണ്. ഹിന്ദുക്കൾ BJPക്കാരല്ല എല്ലാവരും. BJPക്കകത്ത് ക്രിസ്ത്യാനി, മുസ്ലിം, സിഖുകാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹിന്ദു പാർട്ടിയാണെന്ന് പറയാനും നിർവാഹം. ഹിന്ദുക്കൾ കൂടുതലുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ്. അതായത് പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ അത് RSSനും BJP ആണ്, ഹിന്ദുക്കളെ അല്ല എന്ന് പറയുന്നു. ഇതിനകത്ത് ഇത് കാര്യമാണ് മനസ്സിലായത്. നിങ്ങൾ പറയുന്നു BJP ഹിന്ദുക്കളുടെ ഹോൾസെയിൽ ഡീലർ ആണോ എന്ന് എപ്പോഴും ചോദിക്കുന്ന മാധ്യമങ്ങൾ തന്നെയാണ് പറയുന്നത് BJP ആണ് ഞങ്ങൾ പറയുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദു BJP എന്ന് പറയുന്നത്. അപ്പൊ ഹിന്ദുക്കളുടെ പാർട്ടിയാണെന്ന് അവർ അംഗീകരിക്കുന്നത്. പിന്നെ സിന്ധു സൂര്യകുമാർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ 100% യോജിക്കുന്നു. കാരണം നമ്മുടെ കേരളം കൂടുതൽ വിദ്യാസമ്പന്നതയിലേക്ക് നീങ്ങുമ്പോൾ, കൂടുതൽ സാക്ഷരതയിലേക്ക് നീങ്ങുമ്പോഴാണ് കൂടുതൽ പേർ കുംഭമേളയെ കുറിച്ച് അറിയാൻ പറ്റുന്നത്.
അതുകൊണ്ടാണ് കൂടുതൽ പേരും കുംഭമേളയ്ക്ക് പോകുന്നത് എന്ന് സിന്ധു സൂര്യകുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. 100% ലിറ്ററസി ഉള്ളത് കൊണ്ടും സോഷ്യൽ മീഡിയ വ്യാപകമായതുകൊണ്ടും സാധാരണപ്പെട്ട വീട്ടമ്മമാരും ഒപ്പം തന്നെ സാധാരണപ്പെട്ടവർക്കിടയിലേക്ക് കുംഭമേള എന്താണെന്ന് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ പോകാൻ തോന്നിയതും വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ട്, അറിവ് കൂടുതൽ കിട്ടിയത് കൊണ്ട് തന്നെയാണ്. അതായത് 100% സാക്ഷരതയും അറിവും കിട്ടുക. അതായത് ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ അറിവ് നേടും തോറും കേരളത്തിലടക്കം ഹിന്ദു മതത്തിലേക്ക്, അതിന്റെ വിശ്വാസങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് സിന്ധു സൂര്യകുമാർ കാണാതെ പോയ അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഫാക്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ വ്യാപകമാണ്. കുംഭമേള എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് കുംഭമേള എന്ന് പറയും. ഒരു 10 വർഷം മുമ്പ് എന്താണ് കുംഭമേള എന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ ഗ്രാമങ്ങളിലുള്ളവർക്ക് കുംഭമേളയെ കുറിച്ച് അറിയില്ലായിരുന്നു, എന്താണ് പരിപാടി എന്ന് അറിയില്ലായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് 365 ദിവസവും ആഘോഷമുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അതിൽ തന്നെ 60 ആഘോഷം ദേശീയാഘോഷങ്ങളാണ്. ലോകത്തെ ഏത് രാജ്യത്തുണ്ട് 60, ഒരു വർഷത്തിൽ 60 ദിവസം ദേശീയാഘോഷങ്ങൾ? ദേശീയാഘോഷം എന്ന് ഞാൻ പറയുന്നത് 1 കോടിക്ക് മുകളിൽ പേർ പങ്കെടുക്കുന്ന ആഘോഷങ്ങളെയാണ്. അങ്ങനെയുള്ള 60 ആഘോഷങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഇത്തരം ആഘോഷങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ദീപാവലി, ഹോളിയും തൊട്ട് താഴോട്ട് എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ 60-അടുത്ത് വരും. 365 ദിവസവും ഇന്ത്യയിലെ ഓരോ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഒരു ഉത്സവവും ആചാരവും ഉണ്ടാകും. ഇതൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇനി കുംഭമേള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങി വെച്ചത് BJP അല്ല. BJP RSS ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് കുംഭമേള ഉണ്ടായിരുന്നു. 1870-കളിലാണ് ബ്രിട്ടീഷ് സർക്കാരാണ് ഇതിനൊരു ഏകീകൃത സ്വഭാവം കൊണ്ടത്. അതിനു മുമ്പ് തന്നെ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ കുംഭമേള കുംഭമേള സത്യം പറഞ്ഞാല് നമ്മുടെ മോഹൻജിദാരോ ഹാരപ്പൻ സംസ്കാരമുള്ളത് തൊട്ട് ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ദ ഗ്രേറ്റ് ബാത്ത് എന്ന പേരിൽ കുംഭമേള ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ദ ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് കുംഭമേള എന്ന് പറഞ്ഞൊരു പേര് വന്നത് നമ്മുടെ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞത്. അപ്പൊ ആ സമയം തൊട്ട് കുംഭമേളയുണ്ട് എന്നുള്ളതാണ്. ആ സമയം തൊട്ടേ കുംഭമേളയുണ്ട്. ഈ കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ 1870 വന്ന ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലേക്ക് വന്നപ്പം അവരതിനൊരു സിസ്റ്റം കൊണ്ടുവന്നു. ഏതാ? അവരുടെ അണ്ടറിലേക്ക്. കാരണം അവരെന്തിലും ഏതിലും കപ്പം പിടുങ്ങാനിരിക്കുന്നവരായിരുന്നു. ടാക്സ് വേണമായിരുന്നു അവർക്ക്. അതുപോലെ തന്നെ ഈ വരുന്നവരെ പിടുങ്ങുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ലക്ഷ്യം. അങ്ങനെ അവരാണ് അതിനകത്ത് ഒരു അവരുടെ അണ്ടറിൽ, അങ്ങനെയാണ് സർക്കാരിന്റെ അണ്ടറിലേക്ക് വരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. 1870 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ അന്ന് BJP ഇല്ല കേരളത്തില്. ഇന്ത്യ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊന്നും തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കാലഘട്ടമല്ലത്. RSS പോലും ഉണ്ടായിട്ടില്ല. അതിനുശേഷം എത്രയോ ഭരണാധികാരികൾ വന്നു. പിന്നെ എല്ലാം സർക്കാരിന്റെ അണ്ടറിലാണ് പിന്നെ വന്നത്. അഖിലേഷ് യാദവിന്റെ അണ്ടറിൽ നടന്നിരുന്നു. 2013 ഞാൻ പോകുന്ന സമയത്ത് അവിടെ അഖിലേഷ് യാദവിന്റെ അണ്ടറിലാണ് കാര്യം നടക്കുന്നത്. അത് നടന്നിരുന്നു. അതിന് മുമ്പ് നടന്നിരുന്നു. അതിപ്പോ ഭരണാധികാരി ആരെ എന്നുള്ളതല്ല. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ഭരിച്ചാലും കുംഭമേള നടക്കുക തന്നെ ചെയ്യും. അതിനെ തടയിടാനോ ഇല്ലാതാക്കാനോ. കാരണം കുംഭമേള ആരുടെയും ഒരു ചെലവിലോ ഇല്ലെങ്കിൽ ആരുടെയും പ്രചോദനത്തിലോ നടക്കുന്ന ഒരു പരിപാടിയല്ല. അത് സന്യാസിമാർ ഒഴുകിയെത്തും, ഭക്തർ ഒഴുകിയെത്തും. അത് എത്ര തടഞ്ഞാലും അത് സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഒരു വിശ്വാസിക്ക് വ്രതം പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സർക്കാരിന്റെ കാര്യങ്ങൾ വേണ്ട. ഒരു വിശ്വാസിക്ക് ഒരു ഗംഗയിൽ പോയി സ്നാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസിക്കും തടയാൻ കഴിയില്ല. അപ്പം അത് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതിനെയും BJPയും കൂടെ കൂട്ടിക്കലർത്തുന്നത് ശരിയല്ല. BJPക്കാർ എവിടെയെങ്കിലും അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് കുംഭമേള ഉപയോഗിച്ചതായിട്ട് എവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? എനിക്ക് ഈ കുംഭമേളയെ കുറിച്ച് യോഗി ആദിത്യനാഥ് സർക്കാരോട് അല്പം ബഹുമാനം കൂടുതൽ തോന്നുന്ന ഒരു പ്രധാന കാരണം, ഒരിക്കലും UP സർക്കാർ ഇത് PR വർക്ക് ചെയ്തിട്ടില്ല. കുംഭമേള ഒരിക്കലും. അവർക്ക് വേണമെങ്കിൽ അവരുടെ ടൂറിസത്തിന്റെ വികസനത്തിന് വേണ്ടി ഇത് ചെയ്യാമായിരുന്നു. കുംഭമേള നടക്കുന്നു നാടാണ് ഇത്, മറ്റേതാ. പക്ഷെ ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ പറയുന്നത് കുംഭമേള PR ചെയ്തു എന്നാണ് ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അല്ല, അത് പറയുന്നതിന് ഒരു കാര്യമുണ്ട്. അതും ഞാനൊന്ന് പറഞ്ഞു തരാം. നരേന്ദ്രമോദിയും യോഗിയും ഒക്കെ ഇതിൽ ഇങ്ങനെയുള്ള ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് കൂടുതൽ പേര് അട്രാക്ട് ചെയ്ത് അങ്ങോട്ട് വരുന്നതെന്ന്. എടാ, ഈ കേരളത്തിൽ ഗോവിന്ദ മാസ്റ്റർ പങ്കെടുക്കുന്നില്ലേ ഒരുപാട് ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങൾ, സമ്മേളനത്തിൽ? ഏതെങ്കിലും ആൾ പോയി പിന്നീട് അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ആരെങ്കിലും പോകാറുണ്ടോ? പിണറായി പങ്കെടുക്കുന്ന ഒരു ആരെങ്കിലും പോകാറുണ്ടോ? ഇല്ല. അപ്പോ അവര് പങ്കെടുക്കുമ്പോൾ പോകാൻ ജനത്തിന് തോന്നുന്നത് അവരോടുള്ള വിശ്വാസമാണ്, ആ നേതാക്കളോടുള്ള. അതായത് ക്രെഡിബിലിറ്റി ഇല്ലാത്തവൻ ഏതിന്റെ ഉച്ചയിൽ കയറി ഇരുന്നാലും ആരും ബഹുമാനിക്കില്ല. PR വർക്ക് നരേന്ദ്രമോദിയും യോഗിയും നടത്തുന്നില്ല. അവർ ഈ ക്ഷേത്രങ്ങളിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവരാരെങ്കിലും വിളിച്ചോ നിങ്ങൾ വരണം ഞങ്ങളുടെ കൂടെ എന്ന്? അവരാരും വിളിച്ചില്ലല്ലോ. അവര് പോകുന്നത് കണ്ടാണ് ജനം പോയതെങ്കിൽ ബാക്കി നേതാക്കൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ടല്ലോ. രാഹുൽ ഗാന്ധി ഇല്ലേ, സോണിയാഗാന്ധി ഇല്ലേ, പ്രിയങ്ക ഗാന്ധി ഇല്ലേ, പിന്നെ ഈ പറയുന്ന CPM-ന്റെ നേതാക്കളില്ലേ? ഇവരാരെങ്കിലും പോകുന്നിടത്ത് ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിയെങ്കിലും വരുന്നുണ്ടോ ഇവരെ കണ്ടിട്ട്? അയ്യോ, അതെ പിണറായി വിജയൻ വന്ന ഇടമാണ്,
നമുക്കൊന്ന് പോകാം. നരേന്ദ്രമോദി കേദാർനാഥിൽ പോയി ഗുഹയിലിരുന്നു. ഇന്ന് ആ ഗുഹയെ ബുക്കിംഗ് ആണ്. ആ ഗുഹയിൽ ആ മുറി ആ പിണറായി ഇരുന്ന വിജയന്റെ സ്ഥലം നവകേരള ബസ് ഇവിടെ തുരുമ്പെടുത്ത് കിടപ്പുണ്ട് കേട്ടോ, അത് പറഞ്ഞപ്പോൾ. ഈ നവകേരള ബസ് അതേപോലെ ആ കേദാർനാഥിൽ ഈ നരേന്ദ്രമോദി പോയിരുന്ന ഗുഹ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കേരള യാത്രയ്ക്ക് 1.5 കോടി രൂപയുടെ ബസ് വാങ്ങിയത്. എന്നിട്ട് പറഞ്ഞു ഈ ബസ് ഒരു ചരിത്ര സംഭവമാകും, ഈ ബസ് മ്യൂസിയത്തിൽ കാണാൻ കൊണ്ടുപോയി. കോടിക്കണക്കിന് ജനം വരും, മ്യൂസിയം ആകും, കുന്തമാകും. ഉരുമ്പിടിച്ച് കട്ടപ്പുറത്തിരിക്കുന്നു, ഒരുത്തനും വേണ്ട, ആക്രിക്കാരന് പോലും വേണ്ടാതിരിക്കുന്നു. എടാ അതായത് നമ്മുടെ മോദി ചെന്നിരുന്ന കയ്യിലിരിക്കുന്ന ഗുഹയുണ്ടല്ലോ, ആ ഗുഹയിൽ ഇന്ന് ഇരിക്കണമെങ്കിൽ നമുക്ക് ഇപ്പൊ ബുക്ക് ചെയ്താൽ ഒരു 5-6 മാസം കഴിഞ്ഞേ ബുക്കിംഗ് പോലും കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് ആളാ അത്രയേ ഉള്ളൂ. ഗുഹയ്ക്കകത്ത് പോയിരിക്കുക. അത് മാത്രമല്ല, നരേന്ദ്രമോദി ഈ കുംഭമേളയ്ക്ക് നേരത്തെ എങ്ങും പോയില്ല. അദ്ദേഹം പറഞ്ഞില്ല അവിടെ എല്ലാവരും നിങ്ങളെല്ലാം വരണമെന്നും പറഞ്ഞു. അപ്പൊ അദ്ദേഹം പോകുന്നതിനെ ഈ രാജ്യത്തെ ജനം അനുഗമിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചില ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അത്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്വർണം പിച്ചളയായതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കയ്യിൽ അതിനുള്ള ആളുകളില്ല. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നമ്മൾ കെട്ടിപ്പൊക്കിയ ബലൂണുകൾ മാത്രമാണ് നമ്മുടെ നേതാക്കൾ എന്ന് പറയുന്നത്. ഈ പിണറായി ആയാലും മറ്റു നേതാക്കളായാലും ഈ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കളൊക്കെ വെറും ബലൂണുകളാണ്. ജനത്തിന് തിരിച്ചറിയാം. നരേന്ദ്രമോദി ഒരു കാര്യം ചെയ്യുമ്പോൾ ജനം സപ്പോർട്ട് ചെയ്യുന്നു, ഇല്ലെങ്കിൽ പോകുന്നതും. യോഗി ആദിത്യനാഥ് പോകുമ്പോൾ ജനം യോഗി പോയി എന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും പോകുമെന്ന് എനിക്കറിയില്ല. നരേന്ദ്രമോദി കുംഭമേളയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈന്ദവനും അതിന്റെ പേരിൽ ആരും പോകില്ല. വിശ്വാസി മാത്രമേ അവിടെ പോകാറുള്ളൂ. അതിപ്പോ മോദിയല്ല, ഇനിയിപ്പം നാളെ രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിച്ചാലും വിശ്വാസി അവിടെ പോവുക തന്നെ ചെയ്യും. അല്ല, അപ്പം അതിന്റെ ഇതാണ് ഒരു അതിന്റെ ഒരു വേറൊരു ആസ്പെക്ട് ഞാൻ കാണുന്നത് എന്താ അറിയോ? ഇപ്പൊ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം പോകുന്നു എന്ന് പറഞ്ഞ് വേറെ ആരും പോകുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എല്ലാ കാര്യത്തിലും അദ്ദേഹം ഫ്രണ്ട് സ്റ്റെപ്പ് അദ്ദേഹം എടുക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കോവിഡ് വാക്സിൻ വന്നല്ലോ. കോവിഡ് വാക്സിൻ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ആ കോവിഡിന്റെ വാക്സിൻ അദ്ദേഹം എടുത്തു. അദ്ദേഹം എടുത്ത് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് കാണിച്ച ശേഷമാണ് ബാക്കിയുള്ളവർ അത് എടുത്തത്. അതിനു മുമ്പ് അത് ആരോഗ്യ പ്രവർത്തകർക്ക് അദ്ദേഹം കൊടുത്തു. അതൊരു മര്യാദയാണ്. അദ്ദേഹം അത് എടുത്ത് കാണിച്ചു കൊടുത്തു, കണ്ടോ ഞാനത് എടുത്തു, ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു വാക്സിനെ പറ്റിയുള്ള. അപ്പൊ ആദ്യമായിട്ട് ഒരു അസുഖം വരുന്നു, അതിനൊരു വാക്സിൻ വരുന്നു, ഇതിപ്പോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ മോദി പോയിട്ട് എടുത്തു, ഞാൻ എടുത്തു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാമെന്ന ആ ഒരു ഉറപ്പ് രാജ്യത്ത് ഭരണാധികാരികൾ പല ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ നരേന്ദ്രമോദി ഇത് എടുത്തില്ലെങ്കിൽ ഇവരെന്ത് പറയും? കണ്ടോ മോദി പോലും എടുത്തില്ല, ബാക്കിയുള്ള ജനങ്ങളെല്ലാം കൊലക്കി കൊടുക്കാനായിട്ട് ഇവർ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. മോദി എടുത്തപ്പോൾ ഇവർ പറഞ്ഞ എന്താണ്? ആദ്യം നരേന്ദ്രമോദിക്കാണ് വാക്സിൻ കൊടുത്തത് എന്നുള്ള രീതി. അദ്ദേഹം അത് എടുത്തു കാണിച്ചു, ഇതാ ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി അദ്ദേഹം എടുത്തത് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള വയോജനങ്ങളെല്ലാം ആ ധൈര്യത്തിലാണ് പോയി വാക്സിൻ എടുത്തതെന്ന് നമുക്ക് പറയേണ്ടി വരും യഥാർത്ഥത്തിൽ. അതുകൊണ്ട് പല കാര്യങ്ങളും നരേന്ദ്രമോദി ഒരു ഉദാഹരണം തന്നെയാണ്. അദ്ദേഹം ഇപ്പൊ വിശ്വാസത്തിന്റെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെയാണ്. അദ്ദേഹം പല കാര്യങ്ങളും അദ്ദേഹം ഇപ്പൊ നവരാത്രി വ്രതമൊക്കെ ഉണ്ടല്ലോ, നവരാത്രി വ്രതത്തിനെ കുറിച്ച് യാതൊരുവിധ ബോധവും ഇല്ലാത്ത ആൾക്കാരാണ് കേരളത്തിൽ എസ്പെഷ്യലി ഉള്ളത്. നവരാത്രി ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നരേന്ദ്രമോദിയുടെ ആ ഒരു സമയത്ത് അദ്ദേഹം G20 ഉച്ചകോടി പോകുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വൈൻ എടുത്ത് കൊടുക്കുമ്പോൾ അദ്ദേഹം അതിന്ന് ജസ്റ്റ് ഒന്ന് ഉയർത്തി കാണിച്ചിട്ട് അത് താഴോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നവരാത്രി വ്രതത്തിലാണ്, ഞാൻ തേനും നാരങ്ങ വെള്ളവും പഴവും മാത്രമേ ഈ ഉപവസിക്കുന്ന ദിവസങ്ങളിൽ കഴിക്കാറുള്ളൂ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഒരു പ്രചോദനം ഉണ്ടാവും എല്ലാവർക്കും എന്നുള്ളൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദി കാണിക്കുമ്പോൾ നമുക്ക് പ്രചോദനം ഉണ്ടാകുന്നത് ആ വ്യക്തിയിൽ ചില ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. അതെ, അതെ. ഇതേപോലെ തന്നെ ഈ പിണറായി വിജയനും ഒക്കെ പോകുന്ന ഒരുപാട് സ്ഥലങ്ങളില്ലേ, അദ്ദേഹം 21 ദിവസം യാത്ര ചെയ്ത ബസ് കട്ടപ്പുറത്തിരിക്കേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? അത് അത്രേ ഉള്ളൂ. അത് മ്യൂസിയം വെച്ച് ആള് യൂണിക്കും എന്ന് പറഞ്ഞതാണ് ഇവിടെ. അപ്പോ ഈ BJP-യോടുള്ള അന്ധമായ വിരോധം മാത്രമല്ല, വളർന്നു വരുന്ന ഹിന്ദുത്വത്തോട്, ഇല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ ഒരു ഏകീകരണം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അവര് വളർന്നു വരുന്നതിന് തടയിടുക എന്നൊരു ശ്രമമാണ്. ഏതായാലും നോർത്ത് ഇന്ത്യയിലുള്ള വലിയ വിഭാഗം മാധ്യമങ്ങൾ ആ ഒരു ശ്രമത്തിൽ നിന്ന് പിന്മാറി. കാരണം അവർ തടുത്തു നിർത്തിയിട്ടും തടയാൻ പറ്റിയില്ല അവർക്ക്. പിന്നെ അവശേഷിക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള മാധ്യമങ്ങൾ മാത്രമാണ്. ഈ രീതിയിൽ അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും, ഇത് ഏത് തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു അപമാനമായിട്ട് തന്നെ നമുക്ക് അതിനെ കരുതാൻ കഴിയും. ആ അല്ല, സെന്റൻസ് അത് ഇതിൽ എങ്ങനെ വേറൊരു സംഭവം ഉണ്ടല്ലോ ന്യായീകരിച്ചാലും. ചേട്ടാ. ഇതെന്താ അറിയോ? ഇത്രയും കാലം ഇവരുടെ ഈ ഒരു മാധ്യമ ജീവിതത്തിനിടയിൽ ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇവർ പറയുന്ന നെറേറ്റീവുകൾ മാത്രം വിശ്വസിച്ച് അത് മാത്രം ഇവർ ഛർദിക്കുന്ന ആ ഛർദി മാത്രം എടുത്ത് അമൃത് പോലെ വിഴുങ്ങിയിരുന്ന ഒരു ജനതയാണ് ഇവർ കണ്ടുകൊണ്ടിരുന്നത്. ഈവൻ കേരളത്തിൽ പോലും സിന്ധു സൂര്യകുമാർ എന്താണ് പറയുന്നത്, ഷാനി പ്രഭാകർ എന്താണ് പറയുന്നത്, അതിനപ്പുറം വേറെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോ സത്യം പറഞ്ഞാല് അതിൽ നിന്ന് ജനങ്ങൾ പുറത്തേക്ക് കടന്നു. ഇതല്ല യഥാർത്ഥത്തിലുള്ള വസ്തുത, ഇതിനും അപ്പുറത്തേക്ക് വസ്തുതയുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങൾ പുറത്തേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവര് പറയുന്ന നെറേറ്റീവ്സ് യഥാർത്ഥത്തിൽ കുണ്ടറ അണ്ടി അപ്പീസിലുള്ള സഖാക്കന്മാര് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, വേറെ ആരും വിശ്വസിക്കുന്നില്ല. ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. രണ്ടാമത് ഇവരുടെ ഫ്രസ്ട്രേഷൻ ഈ ഏകീകരണം.
ഈ സിന്ധു സൂര്യകുമാർ അതിനകത്ത് കവർ സ്റ്റോറിയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം 66 കോടി ജനങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നോട്ടിൽ ചിപ്പ് വച്ചിരിക്കുന്നു എന്ന വാർത്ത അടിച്ചിറക്കിയ മാധ്യമങ്ങളല്ലേ ഇത് പറയുന്നത്. അതുകൊണ്ട് അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാണ് സിന്ധു സൂര്യ. അപ്പൊ ആ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ തമിഴിൽ ഇനി വയറ്റരിച്ചിൽ എന്ന് പറയും. അതായത് ഫ്രസ്ട്രേഷൻ കാരണം ഇരിക്കാൻ പോയി 66 കോടി ജനങ്ങളോ, അത് സത്യം പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് അവർക്ക് അങ്ങ് അല്ല, മാറുന്നു എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, കുംഭമേള ഉം. ഒരു വലിയ സംഭവമല്ല, ഒരു അന്ധവിശ്വാസത്തിന്റെ ആണെന്ന് പറയുന്ന സിന്ധു സൂര്യകുമാറിന്റെ സ്ഥാപനം ഏഷ്യാനെറ്റ് ആണല്ലോ. അതെ അതെ. അവരുടെ റിപ്പോർട്ടറിന് ചെല്ലും ചെലവും കൊടുത്ത് എത്ര ദിവസം ഈ പ്രയാഗരാജിൽ ഇട്ടിരുന്നു? ഉം. കഴിഞ്ഞ ദിവസവും കണ്ടു ഞാൻ പ്രയാഗരാജിൽ നിന്ന് പുള്ളിയുടെ റിപ്പോർട്ടിങ്. പൈസ അതെ. മുടക്കി തന്നെ ആയിരിക്കുമല്ലോ പ്രയാഗരാജ് റിപ്പോർട്ടിങ്ങിന് പോയത്. എന്തുകൊണ്ട് ഇവര് ഏഷ്യാനെറ്റ് അവിടെ ഈ റിപ്പോർട്ടിങ്ങിന് വിട്ടു? ഈ റിപ്പോർട്ടിങ്ങിന്റെ കാര്യം അതിന്റെ അർത്ഥം പറഞ്ഞപ്പോഴാണ് അവർക്ക് പൈസ വേണം, അവർക്ക് പൈസ റേറ്റിംഗ് വേണം. വേണം. അതെ അതെ. അതിന് വേണ്ടിയിട്ട് അവരവിടെ റിപ്പോർട്ടിങ്ങിന് പോകാം. അതിൽ അല്ല, കിട്ടുന്ന പൈസ ഞങ്ങൾക്ക് ഉളുപ്പില്ല, അന്ധവിശ്വാസം ഞാന് ഞങ്ങൾ കാണിക്കും ആൾക്കാരെ, അതുപോലെ അതെ ഞങ്ങൾക്ക് ഞാൻ റേറ്റിംഗ് വേണം എന്നുള്ളതാണ് ഞാൻ അവരുടെ. എഴുതിത്തരാൻ ചേട്ടാ. ഇവർ ഈ വരുന്ന വർഷങ്ങളിൽ ഇനിയുള്ള വരുന്ന കുംഭമേളകൾ ഇവരവിടെ സകല പരിപാടികളും മാറ്റിവെച്ച് കുംഭമേളയ്ക്ക് വേണ്ടി ഒരു സെഗ്മെന്റ് തന്നെ തുടങ്ങി. കുംഭമേള അവിടെ ഇരുന്നും കിടന്നും നടന്നും നമ്മുടെ കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം, അതിന് വേണ്ടിയിട്ടാണ് ഒരു 7 ദിവസം മാറ്റി വയ്ക്കുന്നത്. അതുപോലെ കുംഭമേള വരുന്ന ദിവസങ്ങൾ ഇവർ മാറ്റി വയ്ക്കുന്ന സമയം വരും. ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ശബരിമല വിഷയം അറിയാമല്ലോ. ശബരിമല വിഷയത്തിൽ ശബരിമല ഇവർക്ക് എന്താണ് അവഗണിച്ചിട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ, ശബരിമല ആകപ്പാടെ ഒരു മകരവിളക്ക് ഇവർ റിപ്പോർട്ട് ചെയ്യും. അതിന് ശബരിമല പ്രക്ഷോഭം വന്ന ശേഷം മാധ്യമങ്ങൾ, അതായത് ആ പ്രക്ഷോഭത്തിനെ ഭക്തർക്കൊപ്പം നിന്ന് ജനൻ ടി വി മാത്രമാണ്. ജനൻ ടി വി അന്ന് രാത്രി ശബരിമല നട അടയ്ക്കുന്ന ഹരിവരാസനം അവർ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. ഹരിവരാസനം, ആ ഹരിവരാസനം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ വേറെ ചാനലുകളൊന്നും കാണാൻ ആളില്ല. ജനത്തിലെ ഹരിവരാസനം കേൾക്കാനാണ് ആള് കൂടുതൽ. ഇപ്പോ നമ്മൾ ശബരിമല സീസൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ശബരിമലയിൽ നട തുറക്കുന്നത് തൊട്ട് ഹരിവരാസനം വരെയുള്ള കാര്യങ്ങൾ ഫുള്ളും കഴിഞ്ഞ് ഒരു മണി അടിച്ച ശേഷം മാത്രമേ ന്യൂസ് ഡെസ്കിൽ നിന്ന് അവർ ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ സമാനമായിട്ടുള്ള ഒരു സംഭവം കുംഭമേളയ്ക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ ഒരു ഒരു വെറും കൈയോടെ പോകുന്ന ആള് പോലും കുംഭമേളയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് ഒരു പിടി പൂഴിമണൽ പോലും അവിടെ വാരി വിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത്രയ്ക്ക് ബിസിനസ് സാധ്യതകളാണ് അവിടെ ഉള്ളത്. അപ്പൊ വരുന്ന വർഷങ്ങളിൽ ഇവർക്ക് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. അല്ല, ഇതാ ഞാൻ പറയുന്നത്, ഇപ്പോ ഏഷ്യാനെറ്റിന്റെ എഡിറ്റോറിയൽ പോളിസി ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് ഇല്ലെ കുംഭമേള കണക്കുള്ള വിദ്യാസമ്പന്നർ പങ്കെടുക്കരുത് എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു സിന്ധു സൂര്യകുമാറും എഡിറ്റോറിയൽ തലപ്പത്തുള്ളവരാണല്ലോ. അങ്ങനെ ഒരു പോളിസി എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് എഡിറ്റർ. എടുക്കാമായിരുന്നു. എക്സിക്യൂട്ടീവ് എഡിറ്റർ ആണല്ലോ, അവർക്ക് അങ്ങനെ ഒരു പോളിസി എടുക്കുക. എഡിറ്റോറിയൽ പോളിസി എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ട്. എഡിറ്റോറിയൽ പോളിസി, നമ്മൾ കുംഭമേളയെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല, ഒരു വാർത്ത വല്ലതും കുംഭമേളയുടെ ചെയ്താൽ മതി, ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് അവര് തീരുമാനിച്ചില്ലല്ലോ. അവരൊരു റിപ്പോർട്ടറെ വിട്ടില്ലേ? എന്തായാലും പ്രയാഗരാജിന് ഏഷ്യാനെറ്റിന് യൂണിറ്റ് ഇല്ലല്ലോ, ഒരു ചാനലിനും യൂണിറ്റ് ഇല്ല കേരളത്തിൽ. പോകേണ്ടത് എവിടെ നിന്നായിരിക്കണം? ഡൽഹിയിൽ നിന്നാണ് പോകേണ്ടത്. ഡൽഹിയിൽ നിന്ന് കൂടും കിടക്കും ക്യാമറാമാനും ക്യാമറയും വണ്ടിയും താമസത്തിലുള്ള പൈസയും ടി എ ഡി എല്ലാം കൊടുത്ത് അവിടെ ഒരാളെ എന്തിനാണ് ഇട്ടിരുന്നത്? ഇത്രയും ദിവസം അവരെന്തിനാണ് റിപ്പോർട്ടിങ് ചെയ്തത്? അവർക്ക് റേറ്റിംഗ് വേണം. കുംഭമേളയ്ക്ക് പോയാൽ ആ കുംഭമേള കാണാൻ 10 പേരുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അത് മനസ്സിലായത് കൊണ്ട്, കാരണം ഇപ്പൊ യൂട്യൂബിൽ കൂടെ നല്ല വരുമാനമുണ്ട്. കാരണം ഒരു നിമിഷം മിന്നിമായുന്ന വാർത്തകളല്ല ഇപ്പൊ മുഖ്യധാരാ ചാനലുകളിൽ. വാർത്തകൾ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് കട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും ആളുണ്ടാകും കാണാൻ. അപ്പൊ തങ്ങളുടെ റിപ്പോർട്ടർ പോയിട്ട് അവിടെ കുറെ ദിവസം നിന്നിട്ട് ഉണ്ടാക്കട്ടെ, അപ്പൊ ആ പൈസ വേണം, അതിന് യാതൊരു മടിയില്ല, അത് പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇപ്പൊ ധനുഷ് പറഞ്ഞത് വളരെ ശരിയായി. ഇപ്പൊ ശബരിമല ഇല്ല, നട തുറന്ന് അടയ്ക്കുന്നവരെ ഇപ്പൊ എല്ലാ മാധ്യമങ്ങളും ഉണ്ട്. കുംഭമേള അടുത്ത തവണ കേരളത്തിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ സ്റ്റാൾ ഇടുക അവിടെ സ്റ്റാൾ ഇട്ടുകൊണ്ട് 45 ദിവസവും. എനിക്ക് തോന്നുന്നത് നമ്മുടെ കലോത്സവത്തിനൊക്കെ ഈ ഭരതനാട്യക്കാരെയൊക്കെ വിളിച്ചിട്ട് നമ്മളെ ഈ ബൈറ്റ് എടുക്കുമല്ലോ, ചെറിയ ഇന്റർവ്യൂകളൊക്കെ എന്ന് പറഞ്ഞ കണക്ക് അടുത്തത് മുതൽ അഘോരികളെയും വളക്കച്ചവടക്കാരെയും വരെ വിളിച്ച് ഇവർ സ്റ്റാളിൽ കൊണ്ടിരുത്തി ഇന്റർവ്യൂ നടത്തുന്ന കാലം വിദൂരമെന്നല്ല ഞാൻ പറയാം, 2031 ഇത് സംഭവിച്ചിരിക്കും. ഒരു പക്ഷെ നമ്മൾ ഇതിൽ കണ്ടില്ലെങ്കിൽ പോലും, കാണാതിരിക്കുകയില്ല നമുക്കറിയില്ല, എങ്കിൽ പോലും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. 2033 ഇവർ അവിടെ പോയി കിടന്ന് ചെയ്യും ഇത്. കാരണം ഇവർക്ക് മനസ്സിലായി അത്രയും മാർക്കറ്റിംഗ് ഉണ്ടെന്ന്. പക്ഷെ അവര് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തവണ ഈ മാർക്കറ്റിംഗിന്റെ, അതായത് വിഷ്വൽ മീഡിയയില് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്തവണത്തെ കുംഭമേള തൂക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. തൂക്കിയതെന്നാണല്ലോ ഇപ്പൊ പറയുന്നത്, പുതിയ വാക്കങ്ങനെ തൂക്കുക. തൂക്കിക്കൊണ്ട് പോയത് ഡിജിറ്റൽ മീഡിയ ആണ്. കേരളത്തിലെ ഒരു ശരാശരി ബ്ലോഗർ പോലും അത്യാവശ്യം വ്യൂവേഴ്സിനെ ഈ കുംഭമേള കൊണ്ട് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അവിടെ പോകേണ്ടി വന്നത്. ഏതായാലും ഏഷ്യാനെറ്റ് വെട്ടിയിട്ട യൂട്യൂബിന്റെ വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകര് അല്ലാത്തവർ ചെയ്ത കുംഭമേളയുടെ വാർത്തകൾ കണ്ടിട്ടുണ്ട്.
ഇത് അവര് 2031 ആകുമ്പോഴേക്ക് ഇത് തിരിച്ചു മീഡിയ കുറെ അധികം മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. ഈ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ ബ്ലോഗർമാര്, യൂട്യൂബേഴ്സ്, ഓൺലൈൻ മീഡിയാസിന്റെ ഒക്കെ വലിയ തള്ളിക്കയറ്റം തന്നെ ഉണ്ടാകും. ഒപ്പം വിദേശ മാധ്യമങ്ങളും ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ തന്നെ വിദേശ മാധ്യമങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഈ മുഖ്യധാരാ മാധ്യമങ്ങളോട് പറയാനൊരു കാര്യം, ഹിന്ദു വേറെ ബി ജെ പി വേറെ. ബി ജെ പി കണ്ടുകൊണ്ടല്ല ഹിന്ദു ജീവിക്കുന്നത്. നരേന്ദ്രമോദിയോ ഇല്ലെങ്കിൽ കെ സുരേന്ദ്രനോ ഒന്നും ഹിന്ദു ആചാര്യന്മാരല്ല. ഹിന്ദുവിന് അങ്ങനെ ആചാര്യന്മാരായിട്ട് ആരുമില്ല. അവൻ മനസ്സിൽ തന്നെയാണ് അവന്റെ ഗുരുവിനെ കണ്ടെത്തുന്നത്. അവൻ അറിയാൻ എങ്ങനെ പോകണമെന്നും ഏതിൽ പങ്കെടുക്കണമെന്നും. പക്ഷെ അവന്റെ മതത്തെ അവഹേളിക്കാതിരിക്കുക. അതായത് വിദ്യാസമ്പന്നർ തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അവിടെ പങ്കെടുത്തവരാരും വിദ്യാഭ്യാസം കുറഞ്ഞവരില്ല. അവിടെ വന്നവരെല്ലാം വലിയ വലിയ ആളുകളായിരുന്നു. അല്ലാതെ ചൊറിയും കുത്തി എവിടെങ്കിലും കയറി എന്തെങ്കിലും പണിയും മേടിച്ച് വല്ലവരുടെയും ശമ്പളം മേടിച്ച് കഴിയുന്നവരല്ല. വലിയ വലിയ കമ്പനിയുടെ മുതലാളിമാരാണ് അവിടെ എത്തിയിരുന്നത്. ഒരുപാട് പേര് അവിടെ എത്തിയില്ല. ഈ വി ഐ പികൾ തന്നെ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും എത്തി. അവരൊന്നും ബുദ്ധിയില്ലാത്തവരോ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ ലോകം ഭാര്യ അതാ പറഞ്ഞു, അവരൊന്നും ബുദ്ധിയില്ലാത്തവരോ വിവരമില്ലാത്തവരോ ഇനി അവിടെ വന്നവരൊക്കെ വിവരമില്ലാത്തവരാണ് എങ്കിൽ പോലും രാജ്യത്തിന് നേടിക്കൊടുത്തത് 3.5 കോടി രൂപയുടെ ഇൻകമാണ്, ടാക്സ് ആണ്. അവരൊറ്റ അതെങ്കിലും മാനിച്ചാൽ മാത്രം മതി. ഈ വിവരമില്ലായ്മ അവർ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ GDP-യുടെ 1% ഉയർത്താൻ കുംഭമേളയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പൊ യാഥാർത്ഥ്യം കാണാതെ ആരെങ്കിലും സൂചിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. പഴയതുപോലെയല്ല. മതങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വന്നാൽ ശക്തമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകും. രാഷ്ട്രീയത്തിൽ എന്തും പറയാം. ഇപ്പൊ ബി ജെ പിയെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഹിന്ദു, ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ ഒരു ഹിന്ദുവിനും ബി ജെ പിയെ പറയുന്നുണ്ട് ഒരു വിരോധവും ഇല്ല. അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ബി ജെ പിക്ക് അവരുടെ നിലപാട് ഇന്ന് രാവിലെ ഉള്ള അവരുടെ നിലപാട് ഉച്ചയ്ക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ഹിന്ദുവിന് അവന്റെ നിലപാട് മാറ്റാൻ പറ്റില്ല. ജനിച്ച നാൾ തൊട്ട് മരണം വരെ അവനൊരു നിലപാടും ഒരു ആചാരവും ഒരു സിസ്റ്റവും ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്കിപ്പോ വേറൊരു നിലപാടെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ബി ജെ പി എന്ന് പറയുന്നത് ഹിന്ദുക്കൾ കൂടുതലുള്ളൊരു പാർട്ടി എന്നേ ഉള്ളൂ. അല്ലാതെ ഹിന്ദുക്കളുടെ പാർട്ടി അല്ല. ഹിന്ദുക്കൾക്ക് പാർട്ടിയില്ല. അപ്പം ഹിന്ദുക്കൾ കൂടുതൽ പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ RSS അടക്കമുള്ള സംഘടനകൾ CPM-നെയും കോൺഗ്രസിനെയും പരസ്യമായി വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടില്ലേ? അവർക്ക് വോട്ട് ചെയ്തിട്ടില്ലേ? അപ്പം അങ്ങനെയല്ലത്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഹിന്ദുക്കൾ കൂടുതലായി ബി ജെ പി എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഹിന്ദുത്വത്തിന് ഒരു പിന്തുണ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എന്ന് കരുതിയിട്ട് നിങ്ങൾ ഹിന്ദുക്കളെ കണ്ണടച്ച് ചീത്ത വിളിക്കുക, ഹിന്ദുക്കളെ അവഹേളിക്കുക, അതിനുശേഷം നിങ്ങളെ അല്ല പറഞ്ഞത് ഞങ്ങൾ RSS-കാരെയും ബി ജെ പിക്കാരെയാണെന്ന്. ഇതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും ഉണ്ട്. ക്രിസ്ത്യാനികളെ അടച്ച് ചീത്ത വിളിക്കുക, അവരുടെ അച്ഛന്മാരെയൊക്കെ, എന്നിട്ട് പറയും ഞങ്ങൾ കാസയാണ് ചീത്ത വിളിച്ചതെന്ന് പറയും. ഇതാണ് പുതിയ ട്രെൻഡ്. ഇത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ലെന്നാണ് ഇവര് കരുതുന്നത്. നമുക്ക് മനസ്സിലായില്ല. ഞാൻ ബി ജെ പിക്കാരനല്ല, എനിക്ക് മെമ്പർഷിപ്പും ഇല്ല. ധനുഷും ബി ജെ പിക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മെമ്പർഷിപ്പും ഇല്ല. നമ്മൾ ആരും പാർട്ടിക്കാരല്ല. പക്ഷെ നമുക്ക് നമ്മുടെ മതവും ആചാരവും ഉണ്ട്. ആ സിസ്റ്റത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല. അതിനകത്ത് കയറി അവഹേളിക്കാൻ നമ്മൾ പിന്നെ വിമർശനം ഉന്നയിക്കുക. ഇപ്പൊ ഹിന്ദു മതത്തെ കുറിച്ച് വിമർശനം, കാരണം ഹിന്ദു മതം വിശാലമായൊരു മതമാണ്. ഈ മതത്തിന് ആർക്ക് വേണേ വിമർശിക്കാം, ആർക്ക് വേണേ പറയാം. ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം മറുപടി പറയും. ഇല്ലെങ്കിൽ ഞങ്ങളിൽ അറിവുള്ള ആചാര്യന്മാരുണ്ടെങ്കിൽ അവർ മറുപടി നൽകും എന്നുള്ളതല്ലാതെ ഒരു മതത്തെ വിമർശനം എന്ന് പറയുന്നത് വളരെ കൺസ്ട്രക്റ്റീവ് ആണ്. അത് എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുകയും ചെയ്യുമല്ലേ, അല്ലാതെ എടുക്കുകയും ചെയ്യും. പിന്നെ എടുക്കുകയും ചെയ്യും. അതെ, എടുക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഹിന്ദുവിനോളം വിശാല മനസ്കതയുള്ള ഒരു മതം ലോകത്തില്ല. ഇവിടെ ഇസ്ലാം മതം വളർന്നത് എങ്ങനെയാണ്? ഹിന്ദുവിന്റെ വിശാല മനസ്കത കൊണ്ടാണ്. ഈ രാജ്യത്തേക്ക് അവരെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ക്രിസ്ത്യാനിയെ സ്വീകരിക്കുകയായിരുന്നു, പാഴ്സിയെ സ്വീകരിക്കുകയായിരുന്നു, അല്ലെ? ഇവരെല്ലാം സ്വീകരിച്ച് വളർത്തിയ മതമാണ്. ഒരു ഹിന്ദുവും ഒരു മുസൽമാനും ഇല്ലെങ്കിൽ അവന്റെ മതത്തെ കളിയാക്കാറില്ല. ഇപ്പോ ഈവൻ നമ്മളല്ല ഇന്ന് വരെ നമ്മളാരും അവരുടെ മതത്തെ അവഹേളിച്ചുകൊണ്ടോ അപമാനിച്ചുകൊണ്ടോ ഒരു ചെയ്തിട്ടില്ല. പകരം അതിനകത്തുള്ള പുഴുക്കുത്തുകളെ നമ്മൾ തുറന്നു കാട്ടും. അത് രാഷ്ട്രീയപരമായിട്ടുള്ള പുഴുക്കുത്തുകൾ. ഇപ്പം മുസ്ലിം വിഭാഗത്തിനിടയിൽ തന്നെ അനവധി രാഷ്ട്രീയ പാർട്ടികളില്ലേ? മുസ്ലിം ലീഗിന് എന്തുകൊണ്ടാണ് നമ്മളാരും ചീത്ത വിളിക്കാത്തത്? ഇല്ലെങ്കിൽ പിന്നെ മറ്റു പാർട്ടികളിൽ എന്താണ് നമ്മൾ ആരും ചീത്ത വിളിക്കാത്തത്? പോപ്പുലർ ഫ്രണ്ടിന് നമ്മൾ എന്തുകൊണ്ടാണ് ചീത്ത വിളിക്കുന്നത്? അത് അവരുടെ കയ്യിരിപ്പ് കൊണ്ടാണ് വിളിക്കുന്നത്, അല്ലേ? തിരിച്ചും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് അവരും അങ്ങനെ ചോദിക്കും, ഞങ്ങൾ കോൺഗ്രസിനെ പറയുന്നില്ല, നിങ്ങളെയല്ലേ പറയുന്നത്, നിങ്ങളുടെ കയ്യിരിപ്പ് മോശമായിട്ടായിരിക്കും ബി ജെ പിക്കാരെ കുറിച്ച് അവർ പറയുന്നുണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ തന്നെ രാഷ്ട്രീയം രണ്ടും കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുക എന്നൊരു തന്ത്രം ഒരു ശരിയായ രീതിയല്ല. അത് ഇപ്പൊ മീഡിയ വൺ പോലൊരു ചാനലാണത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. കാരണം അവരുടെ ഒരു പോളിസിയെ തന്നെ അങ്ങനെയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല ചെയ്യുന്നത്. കാരണം അത് ബി ജെ പി വളരുന്നത് ഇതുകൊണ്ടല്ല. ബി ജെ പി വളരുന്നത് എന്തുകൊണ്ടാണ്? ഇനി ഹിന്ദുത്വത്തിന്റെ പേരിലാണ് ബി ജെ പി വളരുന്നതെങ്കിൽ അതിനർത്ഥം ഹിന്ദുക്കളുടെ കൂടെ നിൽക്കുന്നത് ബി ജെ പി എന്നല്ല അതിന്റെ അർത്ഥം. ബാക്കിയുള്ളവർ ഹിന്ദുക്കളുടെ കൂടെ നിൽക്കാത്തതുകൊണ്ടല്ലേ അവർ ബി ജെ പി വിരുദ്ധൻ എന്ന് പറയുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, സിന്ധു സൂര്യകുമാർ പറഞ്ഞതിനെല്ലാം കൃത്യമായി തന്നെ നമ്മൾ മറുപടി പറയുന്നത്.
100% സാക്ഷരത നേടിയത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് കുംഭമേളയ്ക്ക് പങ്കെടുത്തത്. കാരണം സാക്ഷരത നേടിയിലൂടെ, അല്ല, അറിവ് ഇവരുടെ നേടിയതിലൂടെ വിചാരം എന്താ അറിയോ? കുംഭമേളയെ ഈ 100% സാക്ഷര 100% ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഇവരുടെ വിചാരം അങ്ങ് ജ്ഞാനപീഠം കയറിയ അറിവെന്നാണ്. അങ്ങനെയൊന്നുമല്ല. 100% സാക്ഷര എന്ന് പറഞ്ഞാൽ എഴുത്തും വായന അറിയാന്നുള്ള 100% ആൾക്കാർ ഇവിടെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരാളുടെ പേര് എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ ബിജു തറയിൽ എന്ന പേരും ധനുഷ് എന്ന പേരും എനിക്ക് എഴുതാൻ അറിയാം. അതാണ് 100% സാക്ഷരതയുണ്ട് എന്ന് കരുതിയിട്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതില് നമ്മുടെ ടി ജി മോഹൻദാസ് കൊടുത്തൊരു മറുപടി ഉണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മറുപടിയാണ്. കാരണം ഒറ്റ വാക്കി തീർത്തു പുള്ളി. സെൻസ് ഹാസ് ലിമിറ്റ്സ്, നോൺസെൻസ് ഹാസ് നോ ലിമിറ്റ്സ്. അതുകൊണ്ട് സിന്ധു അതെ, അത് correct. മറുപടി കൊടുക്കേണ്ട അത് ആവശ്യമില്ല എന്ന് സത്യം, പറയുന്നത്. സത്യം. സെൻസിന് ലിമിറ്റ് ഉണ്ട്, പക്ഷെ നോൺസെൻസിന് ലിമിറ്റ് ഇല്ല. ഇപ്പൊ സെൻസ് ഉള്ള ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് ലിമിറ്റഡ് ആയിട്ട് അയാൾക്ക് പറയാൻ പറ്റും. നോൺസെൻസ് പറയുന്ന ആൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതങ്ങനെ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനൊന്നും മറുപടി കൊടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ മറുപടി കൊടുത്തത്. അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മറുപടിയായിരുന്നു. എന്തായാലും സിന്ധു സുരേകുമാറിന്റെ ഈ വിഷയം വന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള ആക്രമണം കൂടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. വേറെ സംഖ്യകൾ തന്നെ ചേരി തിരിഞ്ഞ് തെറി വിളിക്കുന്നുണ്ട്. തോപ്പിച്ചത് നന്നായി, തിരുവനന്തപുരത്ത് തോറ്റത് നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ടു ബി ഫ്രാങ്ക് കേട്ടോ ചേട്ടാ, ഞാൻ രാജീവ് ചന്ദ്രശേഖരന്റെ പക്ഷത്താണ്. എനിക്ക് പുള്ളിയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് എനിക്ക് താല്പര്യമൊന്നുമല്ല. പുള്ളി വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു നിലപാടാണ് പുള്ളി എടുത്തിരിക്കുന്നത്. കാരണം ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ സിന്ധു സൂര്യകുമാറിനെ നിങ്ങൾ പിടിച്ച് പുറത്താക്കണം ഏഷ്യാനെറ്റിൽ നിന്നുള്ളതാണ് എന്നാണ് പുള്ളി പറയുന്നത്. അത് ഒരു നിലപാടല്ല. കാരണം അദ്ദേഹം ഒരു ചാനൽ മുതലാളിയാണെങ്കിൽ അദ്ദേഹം അതിൽ ഇടപെടാതിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇവിടെയുള്ള ചാനൽ മുതലാളിമാരെല്ലാം എന്താണ്, അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല ചാനലുകളും, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അവരവരുടെ ചാനലുകളിൽ അവരവരുടെ ഉന്നതിക്ക് വേണ്ടിയും അവരവരുടെ പുകഴ്ത്താനും സ്തുതിപാഠകരായിട്ടും പല മാധ്യമ പ്രവർത്തകരെ മാറ്റുന്നു. അവർ ചെയ്യുന്ന കള്ളത്തരങ്ങൾ ന്യായീകരിക്കാനായിട്ട് ചാനൽ തന്നെ മേടിക്കുന്നുണ്ട്. മരമുറി ചാനലൊക്കെ അറിയാലോ, അങ്ങനെ തന്നെ മേടിക്കുന്നുണ്ട്. അവര് കയറി ഇരുന്ന് ആള് ചമയുന്നുണ്ട്. ആ ഒരു സ്ഥാനത്ത് ഇദ്ദേഹത്തിന്റെ ഒരു ക്യാമ്പയിന് പോലും ഇദ്ദേഹം ആ ഏഷ്യാനെറ്റ് ന്യൂസിനെ ഒരു കരിവാക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ക്വാളിറ്റിയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഞാൻ. പക്ഷെ സംഖ്യകൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ഏഷ്യാനെറ്റ് കയറിയിൽ നിന്ന് ഇവരെല്ലാം വെട്ടിയിടണം, ഇവരെല്ലാം പിടിച്ചു പുറത്താക്കണം. അതായത് ഇവരുടെ അജണ്ട നടപ്പാക്കൂ, പരസ്യമായി നടപ്പാക്കൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഊള ആർഗ്യുമെന്റ് അല്ല, ആണ് അതൊന്ന്. അല്ല, അത് സീരിയസ് അതിനോട് ആയിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു യോജിക്കാൻ കഴിയില്ല. ക്വാളിറ്റി ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഞാൻ പറയട്ടെ, അദ്ദേഹം അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യം അദ്ദേഹം മാനിക്കുന്നുണ്ട്, അത് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ചാനലിൽ യാതൊരുവിധ രീതിയിലുള്ള കൈകടത്തലും നടത്തുന്നില്ല. ഇപ്പൊ പോലും അദ്ദേഹം ഇതാണ് വെച്ചത്, ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്, ഒരു അപേക്ഷ പോലെയാണ് മുന്നോട്ട് വെച്ചത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, കാരണം ഞാനൊരു ഹിന്ദു ആണെന്നുള്ള രീതിയിലാണ് വെച്ചത്. ഒരു ധാർഷ്ട്യത്തിന്റെ സ്വരമില്ല അദ്ദേഹത്തിന്. അപ്പോ അത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹം ആ കാര്യത്തെ ഹാൻഡിൽ ചെയ്തത്. പക്ഷെ ഇവിടെയുള്ള അന്തം സംഖ്യകൾക്ക് വേണ്ടത്, ഇപ്പോ സിന്ധു സൂര്യകുമാറിനെ ചാടി ഇറങ്ങി ഇദ്ദേഹം പിടിച്ച് പുറത്താക്കി. അവർക്ക് ഒരു ആത്മസുഖം അനുഭവിക്കാനുള്ള ഇവർ ലോങ് ടേം ആയിട്ടുള്ള ഒരു കോസിനെ ഇവർ കാണുന്നില്ല. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒരു ചാനൽ എപ്പോഴും 1995-ലോ 94-ലോ തുടങ്ങിയ ഒരു ചാനലാണ്. അതിനൊരു ബ്രാൻഡ് ഉണ്ട്. അത് നമ്പർ 1 ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത് അതിനിങ്ങനെ ബാഹ്യമായിട്ടുള്ള കൈകടത്തലുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഓഫ് കോഴ്സ് കൂടുതൽ കമ്മികളാണ് അതിനകത്ത് ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എങ്കിലും ഏഷ്യാനെറ്റിന്റെ ഒരു നിലപാട് ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പോ കഴിഞ്ഞ ദിവസം ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നു, അല്ല ടി ജി തന്നെ പറയുന്നത് ഞാൻ കേട്ടു, ഏഷ്യാനെറ്റ് പ്രോ കോൺഗ്രസ് ആണ് ഇപ്പൊ എടുക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഏഷ്യാനെറ്റിന്റെ ഒരു നിലപാട് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ BJP വരാനും പാടില്ല എന്ന കമ്മികളെ വിമർശിക്കുകയും വേണം. അതാണ് ഏഷ്യാനെറ്റിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. ആ ഒരു കൂടുതലും കമ്മി ആയിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ഒരു ചാനലിൽ അദ്ദേഹം കൈകടത്താതെ അവരുടെ ആ ഒരു നിഷ്പക്ഷ ലൈനിൽ ഏഷ്യാനെറ്റ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വിമർശനങ്ങൾ പല ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പല ആൾക്കാർക്കും കുരു പൊട്ടുന്നത് എന്നുള്ളതാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എടുത്ത ആ ഒരു നിലപാടിൽ എനിക്ക് യാതൊരുവിധ വിരോധമില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് എടുത്തത്. ഇവര് പറയുന്നത് പോലെയൊന്നും അല്ല. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. അത് സിന്ധു സൂര്യകുമാർ ആയാലും നമ്മളായാലും ഒക്കെ ഈ മതത്തിനെ അപമാനിക്കാനോ അവഹേളിക്കാനോ പോകരുത്. നമ്മുടെ ന്യൂസിന്റെ മലയാളത്തിന്റെ ഒരു എഡിറ്റോറിയൽ പോളിസി അത് തന്നെയാണ്. നമ്മൾ ഇന്ന് വരെ ഒരു മതത്തിനെ അവഹേളിച്ചിട്ടില്ല, അപമാനിച്ചിട്ടില്ല. ആ മതത്തിനകത്ത് നിന്നിട്ട് വൃത്തികേട് കാണിക്കുന്നവരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അത് പൂജാരി ആയാലും നമ്മൾ പറയും, പള്ളിയിലച്ഛനായാലും നമ്മൾ പറയും, ഉസ്താദായാലും നമ്മൾ പറയും. പകരം ഒരു മതത്തിനെ വിമർശിക്കാനായിട്ട് കാരണം അത് വേറൊരു തലമാണ് മതം. ഒരു രാഷ്ട്രീയത്തെ നമുക്ക് വിമർശിക്കാൻ പറ്റും, കാരണം നമ്മളും ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. നമ്മളിവിടെ പോയി വോട്ട് ചെയ്തിട്ടാണ് അത് നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു പള്ളിയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? ഇല്ലെങ്കിൽ അവിടെ ഇന്നത് വേണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അവിടെ പള്ളിയിൽ പോകുന്ന വിശ്വാസികൾക്ക് പോലും അത് കഴിയാറില്ല.
കാരണം അത് വേറൊരു തലമാണ്, ഒരു ആത്മീയ തലമാണ്. പള്ളി ആയാലും ക്ഷേത്രമായാലും എന്ത് ആത്മീയ തലമാണ്. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾ കഴിവതും ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു അകൽച്ച പാലിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഉം. വരും കാലത്ത് അത് വലിയ തിരിച്ചടി ഈ ചാനലുകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഇന്നും നമുക്കറിയാം പല ഓൺലൈൻ മാധ്യമങ്ങളും ഈ മതത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്, ക്രിട്ടിസൈസ് എന്ന് പറയാൻ പറ്റില്ല, ഞാനത് പലരും കാണാറുണ്ട് അങ്ങനത്തെ ചാനലുകൾ. അത് ക്രിട്ടിസൈസ് അല്ല ചെയ്യുന്നത്, അവഹേളിക്കുകയാണ് ചെയ്യുന്നത്, അപമാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഏതൊരു മതത്തിൽ, എല്ലാ മതങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ നന്മ ഉം. തന്നെയാണ്, അതിലേക്കാണ് നയിക്കുന്നത്. പിന്നെ ആ മതത്തിന്റെ ബുക്കുകൾ അല്ലെങ്കിൽ ആ മതത്തിന്റെ വിശ്വാസം ആചരിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്, വൃത്തികേട് അതെ. കാണിക്കുന്നവരുണ്ട്. അത് പറയുക എന്നുള്ളതാണ്. അപ്പം മതത്തിന്റെ കാര്യത്തിലേക്ക് കഴിവതും മാധ്യമങ്ങൾ അകന്നു നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല മതം. അങ്ങനെ നമ്മുടെ കയ്യിൽ നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ പ്രസിഡന്റ് ആയിട്ട് ഒരാൾ വന്നേന്, സെക്രട്ടറി ആയിട്ട് ഒരാൾ വന്നേന്, ട്രഷററായിട്ട് ഒരാൾ വന്നേന്. ഹിന്ദുവിന് ജീവിതകാലം മുഴുവൻ പ്രസിഡന്റ് ഉണ്ടാകത്തില്ല, സെക്രട്ടറി ഉണ്ടാകത്തില്ല. ഈ മതമാണ്, ഈ ഓരോ ഹിന്ദുവിന്റെ മനസ്സിലാണ് അവന്റെ ഗുരു. അവനെ നയിക്കുന്നത് അതെ. ആ ഗുരു തന്നെയാണ്. അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേക ആചാര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അസംഘടിതരാണ് എന്നൊരു തോന്നലും ഉണ്ടാകാൻ പാടില്ല ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്, മറ്റുള്ളവർക്ക്. ഹിന്ദു അസംഘടിതരല്ല, സംഘടിതർ തന്നെയാണ്. ഇനി അത് നിങ്ങൾ ജാതിയോ മതമോ സബ്കാസ്റ്റോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞോളൂ, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം ഹിന്ദുവിനെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 200 വർഷം ഈ രാജ്യം അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർക്ക് ഈ രാജ്യം ഉം. സ്വന്തമാക്കാൻ കഴിയാതെ പോയത്. അപ്പൊ അതിന് മുകളിൽ ഉം. അടക്കി ഭരിച്ച മുഗളന്മാർക്ക്, ഇല്ലെങ്കിൽ അവിടുന്ന് വന്ന വൈദേശിക ശക്തികൾക്ക് ഈ രാജ്യം അടിപ്പെടാതെ പോയതിന്റെ കാരണം ഹിന്ദു എന്നൊരു വികാരം അന്ന് ഇതിനേക്കാൾ കൂടുതൽ ജാതീയപരമായി അകന്നിരുന്ന ഒരു സമൂഹമായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പോലും ഇല്ല, വിവിധ നാട്ടുരാജ്യമായിരുന്നു. എന്നിട്ടും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ ആ മനസ്സിന്റെ ശക്തി കൊണ്ട് അവരെ തുരത്താൻ പറ്റിയെങ്കിൽ ഇനി ഹിന്ദു യെസ്. മതത്തിൽ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ അവനെ അവന്റെ വഴിക്ക് വിട്. നിങ്ങൾക്ക് മതത്തിനെ വിമർശിക്കാം, നിങ്ങൾക്ക് കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗണപതി മിത്താണെന്ന് പറയാം, ശരി, നിങ്ങൾ പറയൂ എന്താണ് അത് മിത്താണെന്ന് പറയാനുള്ള കാരണം. അപ്പൊ സ്വാഭാവികമായിട്ട് കണ്ടില്ലേ നമ്മള്, ഈ പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ മിത്തെന്ന് പറയുമ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം തിരുവനന്തപുരത്ത് നടക്കൂ? ഉം. 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 മുൻപായിരുന്നു നടക്കത്തില്ല. എനിക്ക് തോന്നുന്നു സ്പീക്കർ കേട്ടോണ്ടിരിക്കുന്നു. പറഞ്ഞതിന്റെ തിരിച്ചടിയായിട്ട് ഒരു വലിയ പദയാത്ര, സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുത്ത പദയാത്രയാണ് നടന്നത്. ശബരിമല വിഷയം അതെ. ഉണ്ടായപ്പോൾ എത്രയോ പേര് തെരുവിലിറങ്ങി, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളത്. അപ്പൊ ഇനിയൊക്കെ ഈ ഹിന്ദു മതത്തെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുവിനെ ആദ്യം പറയുക, പിന്നീട് അത് ബി ജെ പിക്കാരെയാണ് പറഞ്ഞത് എന്നുള്ള ബാലിശം ഒരു നാട്ടിൽ ആരും കേൾക്കാനില്ല, ആരും വിശ്വസിക്കുകയുമില്ല. അതുകൊണ്ട് മതത്തിനെ വിട്ടേക്കൂ. നമുക്ക് എന്തുമാത്രം വിഷയമുണ്ട്. ട്രംപ് തന്നെ ഒരു ദിവസം നമുക്ക് ഒരു 5 വാർത്ത ഉണ്ടാക്കി തരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ, എത്രയോ നേതാക്കൾ. ഒരു വാർത്ത അതെ. ഇല്ലാതിരുന്നപ്പോഴത്തേനും സുരേഷ് ഗോപിയുടെ വിഷയം ഇട്ടുണ്ട്, CIT-യുടെ നേതാവ് ഉമ്മയുടെ പേരിൽ വന്നിരിക്കുന്നു, ചുംബന വിവാദം. അതെ. അതെ. അങ്ങനെ അതെ. എത്രയോ അതെ. വിഷയങ്ങൾ നമുക്കുണ്ട്. അതിന്റെ ഇടയിൽ എന്തിനാണ് അതെ. ഈ മതത്തെ ചൊറിയാൻ പോകുന്നത്? അതിനെ അതിന്റെ വഴിക്ക് വിടൂ, അതാണ് നല്ലത്. ഇല്ല എങ്കിൽ ആ മതത്തിൽ നിന്ന് കിട്ടുന്ന വിമർശനവും തിരിച്ചടിയും നേരിടാൻ കൂടെയുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകണം. അടി കറക്റ്റ്. കിട്ടുമ്പോൾ ഇരവാദം പറയരുത്, ഇരവാദം കറക്റ്റ്. പറഞ്ഞ് മുൻപോട്ട് പോവുകയും ചെയ്യരുത്. തെറ്റ് പറ്റിയ അതെ. അതെ. ക്ഷമ ചോദിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. ഓ, നമുക്ക് തെറ്റ് ബിജുചേട്ടാ, പറ്റിയ ഓപ്പൺ ആയിട്ട് ക്ഷമ ചോദിക്കാൻ. ബിജുചേട്ടൻ മറ്റേ ഏഹ് ലൈനാണ് കേട്ടോ. ബിജുചേട്ടൻ മറ്റേ ലൈനാണ്. ഏതാ? മറ്റേ ഒരു പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, നമ്മളത് അതെ, എടുക്കാറില്ല. ഞാൻ ആ എനിക്ക് പോയിന്റ് വളരെ കറക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ മതത്തിനെ വിമർശിക്കാം, പക്ഷെ വിമർശിക്കുമ്പോൾ തിരിച്ചും വിമർശനങ്ങൾ ഉണ്ടാകും. അപ്പൊ അടി കിട്ടുമ്പോൾ, അടി എന്ന് പറഞ്ഞാൽ വിമർശനങ്ങളുടെ രൂപത്തിലാണ്. അതിപ്പോ നിയമപരമായിട്ടായാലും ശരി തന്നെ, ആശയപരമായിട്ടായാലും അത്. അപ്പോൾ അടി കിട്ടുമ്പോൾ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ മതത്തിനെ വിമർശിക്കാൻ പോകാവുള്ളൂ. അത് ഒരു ഗംഭീരമായിട്ടുള്ള അതെ ഒരു ലൈനാണ്, അത് ഞാൻ യോജിക്കുന്നത്. അത് കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ മതത്തിനെ വിമർശിക്കുക, അടി കിട്ടുമ്പോൾ താങ്ങാനുള്ള കപ്പാസിറ്റി. അതായത് മതം വിമർശിക്കുമ്പോൾ, മതം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മതം 2 തലമുണ്ട്. ഒന്ന് വൈകാരിക തലമാണ്, ഒന്ന് വൈചാരിക തലമാണ്. അതായത് ഒന്ന് ഇന്റലക്ച്വൽ ആണ് പൂർണ്ണമായിട്ടും, ഒന്ന് വൈകാരിക തലമാണ്. ഈ വൈകാരിക തലത്തിൽ പെടുന്നതാണ് ഈ കുംഭമേള എന്നൊക്കെ പറയുന്നത്. വൈകാരികമായിട്ട് ആൾക്കാർ കാണുന്ന ഒരു വിഷയമാണ് കുംഭമേള. അപ്പൊ അതിനെയൊക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ തിരിച്ചും വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികം. വൈകാരികമായിട്ട് പല പ്രതികരണങ്ങളും അങ്ങനെ ഉണ്ടാകും. അത് ഏത് രീതിയിൽ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ മൈൻഡ് സെറ്റ് ആണ്. ഇപ്പോ നിയമപരമായിട്ട് തന്നെ എല്ലാവരും പ്രതികരിച്ചു കൊള്ളണമെന്നില്ല. ചിലപ്പോ നിയമപരമായിട്ട് പ്രതികരിക്കാത്ത ആൾക്കാര് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ കൺസ്ട്രക്റ്റീവ് ആയിട്ട് വിമർശിക്കണമെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ പല തലത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്ന സമൂഹമാണല്ലോ. എല്ലാവരും ഒരു രീതിയിൽ പ്രതികരിക്കണം എന്നില്ല, അങ്ങനെ നിർബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ വിമർശിക്കുമ്പോൾ കൺസ്ട്രക്റ്റീവായിട്ട് വിമർശിക്കുക. അല്ലാതെ ഈ കുംഭമേളയ്ക്ക് പോകുന്ന ആൾക്കാരെല്ലാം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ്, കുംഭമേളയിൽ ഗംഗയെ മുങ്ങിയ ചൊറി വരും എന്നങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കൊണ്ട് വിമർശിക്കുമ്പോൾ തിരിച്ചും സമാനമായിട്ടുള്ള വിമർശനങ്ങൾ വളരെ വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ബാഹുല്യം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഇതുപോലെ പെട്ടുപോകും സിന്ധു സുകുമാരനെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്.